ഇത് സ്വിറ്റ്സർലാൻഡിലെ ജനീവ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്, ജനീവ. അപ്പോൾ ജനീവയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ സമയം ഇപ്പോൾ 8:30 മണിയായി. എനിക്ക് രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ താമസിക്കുന്ന ഹോട്ടലിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആകെ ഭയങ്കര പണിയാണ്. മൊത്തത്തിലെല്ലാം തുറന്ന് വരുമ്പോഴത്തേക്കിനും ഒരു നേരവും. ഇതൊക്കെ ലൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, ഒന്നും തുറന്നിട്ടൊന്നുമില്ല, ഒരു കുന്തവും തുറന്നിട്ടില്ല. എന്തെങ്കിലുമൊക്കെ തുറന്ന് വരണമെങ്കിൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. രാവിലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നോക്കി. റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ഉണ്ടാവുമല്ലോ. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. അതാണ് ബ്രേക്ക്ഫാസ്റ്റ്. നോക്കൂ, വാവ്, ഇത് ഒനിഗിരി ഒക്കെ ഉണ്ടല്ലോ, ജാപ്പനീസ് ഒനിഗിരി. നോക്കി, സുഷി ഒനിഗിരി, ജാപ്പനീസ് ഒനിഗിരി, പിന്നെ നമ്മുടെ മാക്കി മിക്സ് സുഷി. പക്ഷെ എൻ്റെ അമ്മോ പൊളിച്ച്. ഇപ്പോൾ ഇന്ത്യൻ ഉണ്ടാവുമല്ലോ. ഇരിക്കുന്നു പക്കോറ വിത്ത് റൈത്ത സോസ്. 500 രൂപയാണ് ഇതിന് നാളത്തിന്. ഇവിടെ അലമാര മുഴുവൻ ഇരിക്കുന്നത് ബ്രെഡാണ്. ബ്രെഡ് മാത്രമല്ല, ഫുഡാണ്, ബ്രേക്ക്ഫാസ്റ്റാണ് മൊത്തം. പലതരത്തിലുള്ള സലാഡ്, കറികൾ, പാസ്ത, അങ്ങനെ എന്തോരം ഐറ്റംസ് ആയിരിക്കുന്നത് നോക്കി ഇവിടെ. ഇതാണ് ഇവിടുത്തെ ആളുകൾ വാങ്ങിച്ച് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ. ഇതിൽ എന്തോരം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാൻഡ്വിച്ചുകളാണ് നോക്കി. അയ്യോ, ഇത് മൊത്തം ഫുഡാണ് ഗൈസ്, ഫുൾ ഫുഡ്. ഞാനിവിടെ നിന്നൊരു സലാഡ് വാങ്ങിച്ചു, ഒരു സ്പൈസി ചിക്കൻ ബൗളെന്നും പറഞ്ഞുകൊണ്ട്, പിന്നെ ഒരു കുപ്പി വെള്ളവും. ഞാൻ ഈ സംഭവം വാങ്ങിയില്ലേ, ഈ സ്പൂൺ കണ്ടോ, ഈ സ്പൂണിന് വരെ എക്സ്ട്രാ പൈസ കൊടുക്കണം. ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേക്കിനും 10 സെൻറ്റ് കൊടുക്കണം ഈ സ്പൂണിന്. എന്താ അല്ലേ. ഈ സലാഡ് ബൗളിന് 12 യൂറോ ഉണ്ട്. ചെറിയ പൈസ അല്ല, 12 യൂറോ ഉണ്ട് ഇതിന്. ഇത് കണ്ടോ, സ്പൂണും ഫോർക്കും കൂടെ ചേർന്ന ഒരൊറ്റ സാധനം. അതാണ് സംഭവം. ഇങ്ങനെയാണ് എനിക്ക് എന്തോ കഷ്ടമാകത്തേക്ക്. ഞാനിതിവിടെ ഇവരുടെ സബ്വേ ഉണ്ട്. സബ്വേയിൽ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. എനിക്ക് വിശക്കുന്നു. സബ്വേയിൽ ഒന്നൊന്ന് കഴിയുമോ. ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാണ്. പറ്റുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്വിറ്റ്സർലാൻഡിൽ നിന്നും, ലഞ്ച് ഫ്രാൻസിൽ നിന്നും, ഡിന്നർ സ്പെയിനിൽ നിന്നും കഴിക്കാം. അത് പറ്റുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ട്രെയിനിന് ടിക്കറ്റ് ഇടണം, അതാണ് പ്രശ്നം. ഈ ഫ്രാൻസിൽ പോയി കഴിഞ്ഞാൽ സീറ്റ് റിസർവേഷൻ മസ്റ്റാണ് ഇവർക്ക്. സീറ്റ് റിസർവേഷൻ ഇല്ലെങ്കിൽ ട്രെയിനിൽ കയറാൻ പറ്റില്ല. Checking out? Yes, what's your number? 337. 337. Did you enjoy your stay? Yes. You need an invoice maybe? No. No? Okay, that's all good for me. Thank you. You're welcome. Bye. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ജനീവ നഗരം കാര്യമായിട്ട് കണ്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഓൾ ഓവർ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് എനിക്ക് സ്യൂറിക്കാണ് ഇഷ്ടപ്പെട്ടത് ജനീവിനെ കാട്ടി. എനിക്കറിയില്ല, കൂടുതൽ ആൾക്കാർക്ക് പല രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ബാഗും എടുത്ത് ബാക്ക് ടു ദ ട്രെയിൻ സ്റ്റേഷൻ. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് യാത്രയാണ്. ഇന്ന് ബാഴ്സലോണ എത്തണം എന്നാണ് എൻ്റെ പ്ലാൻ. എത്തിയില്ലെങ്കിൽ പണി പാടും. മറ്റന്നാൾ സുനീർ ഭായ് അവിടെ അടുത്ത് ബാഴ്സലോണ അടുത്ത് സ്പെയിനിലുണ്ട്, ഞങ്ങൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബാഴ്സലോണ എനിക്ക് എത്തിയേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പം രാവിലെ 11:30 ഒരു ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ സമയം 10:30 ആയതേ ഉള്ളൂ. എനിക്കിപ്പോൾ ഇവിടെ ഒരാളെ മീറ്റ് ചെയ്യണം. എൻ്റെ ഒരു ഫോളോവർ ഇവിടെ ഉണ്ട്. സോ ഞങ്ങൾക്ക് മീറ്റ് ചെയ്തിട്ട് വേണം പാൻ. അപ്പോൾ ഐ മെറ്റ് വൺ ഓഫ് മൈ ഫോളോവർ. ഹിസ് നെയിം ഈസ് രാകേഷ്. ഹായ് രാകേഷ്, ഹൗ ആർ യു? Nice meeting you. നൈസ് മീറ്റിംഗ് യു. രാകേഷ് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാകേഷ് തന്നെ പറയട്ടെ. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് രാകേഷിനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഞാൻ UN ബാക്ക്ഗ്രൗണ്ട് ഹ്യൂമാനിറ്റേറിയനിലൊക്കെ ആയിരുന്നു. പിന്നെ now I'm the director of Geneva School of Diplomacy. ജനീവ സ്കൂൾ ഓഫ് ഡിപ്ലോമസി. Exactly. ഓക്കെ. It's a diplomatic institute in Geneva. താങ്കൾ എന്നോട് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അത് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അത് ബ്രീഫായിട്ട് നമ്മുടെ പ്രേക്ഷകരോടും കൂടെ പറഞ്ഞു. കാരണം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ദാറ്റ്സ് എ നൈസ് തിങ്. സോ വാട്ട് ഈസ് സ്കൂൾ ഓഫ് ഡിപ്ലോമസി? സ്കൂൾ ഓഫ് ഡിപ്ലോമസി ഇസ് ഒരു ഡിപ്ലോമസി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓടി മനസ്സിൽ വരുന്നത് ഡോക്ടർ തരൂരും ഡിപ്ലോമാറ്റ്സ് ഒക്കെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, എക്സിക്യൂട്ടീവ് ഡോക്ടർ സ്റ്റുഡൻസ് ആണ്. അവർ ചിലപ്പം അംബാസഡർ, ചിലപ്പം അവർ തന്നെ ഡിപ്ലോമാറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് വാണ്ട് ടു ബിക്കം ഡിപ്ലോമാറ്റ്സ്. ഇപ്പോൾ പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ MBA ബാക്കിയുള്ള കോഴ്സൊക്കെ പോകാതിരിക്കുന്ന സമയത്ത് companies want people who know how to do policy making, how to navigate governments, how to launch their company in a different. So ഞങ്ങളുടെ ഡിപ്ലോമസി ഇൻ്റർനാഷണൽ റിലേഷൻസ് ഇപ്പോൾ അതിൻ്റെ ട്രാക്കിംഗ് പിടിച്ച് വരുന്നുണ്ട്, ഇന്ത്യയിൽ പ്രത്യേകിച്ച്, ഏഷ്യയിൽ പ്രത്യേകിച്ച്. സോ വി നോട്ട് ഓൺലി ക്രിയേറ്റ് ഡിപ്ലോമാറ്റ്സ് or future diplomats, we also create CEOs, entrepreneurs who want to have an international career. Okay. So ഞങ്ങളിപ്പം international relationsലോട്ട് വരും എന്നല്ല പറയുന്നത്. If you want to have an international career, Geneva School of Diplomacy is a place that you could try. Okay. And that's what I have to say about the school. Okay.
it gives you access, it gives you network, it gives you education, ഓക്കെ which is applicable to anything you want. ഓക്കെ. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫുൾ നെയിം എന്താണ്? Geneva School of Diplomacy and International Relations. യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റ് കിട്ടും. നിങ്ങൾക്ക് യു ക്യാൻ ചെക്ക്, എന്താ പറയുക, അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസ് കിട്ടും. ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു മലയാളിയാണ്. ഓഫ് കോഴ്സ് ലൈക്ക് പാലക്കാടുകാരനാണ്, ചെന്നൈ സ്വദേശം പറയുന്നുണ്ട്. പാലക്കാട്, ഹരിപ്പാട്. അമ്മ ഹരിപ്പാട്, അച്ഛൻ പാലക്കാട്. ഞാൻ പക്ഷെ പറഞ്ഞു വളർന്നൊക്കെ ചെന്നൈയാണ്. പക്ഷേ ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, കാസർഗോഡുണ്ട് സ്ഥലമുണ്ട്. അപ്പോൾ സ്പ്രെഡ് ഔട്ട് ആണ് കേരളത്തിൽ. യെസ്. He's living in Switzerland for last 12 years and married to a Spanish. Yes, her name is Monse, and I have a daughter who's Indian Spanish. Okay. Elara. So it's a pleasure meeting you. Yes. Sujitane ഞാൻ പണ്ട് മുതൽക്കേ ഫോളോ ചെയ്യുന്നതാണ്. Okay. And I keep following, as I told you. You're not something I follow, you're a habit. Okay. എന്തായാലും ഞങ്ങളിവിടെ സ്റ്റാർബക്സിൽ വന്നൊരു കോഫി കുടിച്ചിരുന്ന് കുറേ നേരം സംസാരിച്ചു. ശരിക്കും ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഈ യാത്രയിൽ ഒത്തിരി ആളുകളെ മീറ്റ് ചെയ്യുന്നു. എത്ര ആളുകളെ ഞാൻ എവിടെയൊക്കെ വെച്ച് മീറ്റ് ചെയ്യുന്നു. നമ്മളോരോ രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും നമ്മൾ ഇന്ത്യൻസ് അല്ലെങ്കിൽ മലയാളികൾ ഏതൊക്കെ സ്ഥലത്ത് എന്തൊക്കെ പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എനിവേ, പ്ലഷർ മീറ്റിംഗ് യു. അപ്പോൾ ഇനിയും കാണാം. Absolutely. അപ്പോൾ പ്ലഷർ മീറ്റിംഗ് യു. See you. We'll be in touch. Yeah, sure. Next time you come to Switzerland, you let me know. തീർച്ചയായും. Okay. See you. Good luck. Bye. See you then. Bye. Bye. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഫ്രാൻസിലേക്ക് പോവാണ്. ഈ കാണുന്ന ട്രെയിനിലാണ് ഫ്രാൻസിലേക്ക് പോകുന്നത്. ലയോൺ പാർട്ട് ഡ്യൂ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഫ്രാൻസിലേക്കാണ്. ഇതെനിക്ക് തോന്നുന്നു ഫ്രാൻസിൻ്റെ ട്രെയിനാണെന്ന് എനിക്കറിയില്ല. ഒരു വൃത്തിയില്ലാത്ത ട്രെയിനാണ്. ആദ്യമായിട്ട് വൃത്തിയില്ലാത്തൊരു ട്രെയിൻ കണ്ടു. നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് ഒരു ഫ്രാൻസിൻ്റെ കസ്റ്റംസും അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് താഴെ. അതൊരു സ്പെഷ്യൽ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് ഈ ട്രെയിനിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പോൾ അവിടെ സംശയം തോന്നിക്കുന്ന ആളുകളെ അവർ പാസ്പോർട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുമ്പിൽ പോയൊരു ഇസ്രായേലി ഒരു പൗരനുണ്ടായിരുന്നു. അയാളുടെ പാസ്പോർട്ട് പിടിച്ച് നിർത്തി ചോദിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ ഇരിക്കാം അല്ലേ? യെസ്. അപ്പോൾ എന്നോടൊന്നും ചോദിച്ചൊന്നുമില്ല. സ്വാഭാവികമായിട്ട് എന്നോടെന്തൊക്കെ ചോദിക്കണമെന്ന്, പക്ഷേ എന്നോടൊന്നും ചോദിച്ചില്ല. ആദ്യമായിട്ട് കണ്ടില്ല ഇത് വൃത്തിയിട്ട സീറ്റ്, ഒരുമാതിരി കച്ചറ സീറ്റ്. ഇതൊക്കെ ഇങ്ങനെയാണോ? ഫ്രാൻസ് എങ്ങനെയാണോ എനിക്കറിയത്തില്ല എന്താണുള്ളത്. ആദ്യമായിട്ടാണ് യൂറോപ്പിൽ കയറിയിട്ട് ഇത്രയും വൃത്തിയായിട്ട സീറ്റ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫ്രാൻസിലേക്ക് പോവാണ്. ഈ ഒരു ട്രെയിനിൽ നമുക്ക് സീറ്റ് റിസർവേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചുമ്മാ കയറി എവിടെ വേണമെങ്കിലും ഇരുന്ന് പോകാം. ഇതൊക്കെ ഈ ഫ്രാൻസിലേക്കും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ട്രെയിനാണ്. ഫ്രാൻസ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്താണ്. ബേസിക്കലി നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ജനീവയുടെ തൊട്ടടുത്താണ് ഫ്രാൻസ്. ജനീവയിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാൻസ് എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് കയറാൻ പറ്റും. ഫ്രാൻസ് അത്യാവശ്യം വലിയ രാജ്യമാണ് ഗൈസ്. ഫ്രാൻസ് ഓടി തീരുവില്ല. ഇവിടുത്തെ പാരീസിലേക്കൊക്കെ ഡയറക്റ്റ് ട്രെയിനുണ്ട്. ഫാസ്റ്റ് ട്രെയിനുകൾ അവൈലബിൾ ആണ് പാരീസിലേക്ക്. അയ്യോ, എന്തോരം മറ്റേ ഇന്ധനം സൂക്ഷിക്കുന്ന സ്ഥലമാണ് കണ്ടില്ല. എനിക്കൊന്ന് ഇവരുടെ റിഫൈനറി ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് സ്വിറ്റ്സർലാൻഡിൻ്റെ റിഫൈനറീസാണ് ഈ കാണുന്നത്. കുറേ ഉണ്ട് കേട്ടോ, ദൂരം ഉണ്ടല്ലേ. ട്രെയിനൊക്കെ വന്ന് നടക്കുന്നുണ്ടല്ലേ, ഇന്ധനമൊക്കെ ആയിട്ട് വന്നു പോകുന്ന ട്രെയിനുകളൊക്കെ വന്ന് നടക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ഫ്രാൻസിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ഇമ്മാനുവൽ മാക്രോണിൻ്റെ സ്വന്തം ഫ്രാൻസ്. നമ്മുടെ എന്താ പറയുക ഫ്രാൻസ് നമ്മുടെ ദോസ്ത്. നമ്മൾ ഇന്ത്യയും ഫ്രാൻസും ഇപ്പോൾ ഭയങ്കര ദോസ്തുക്കളാണ്. നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മുടെ 35ാമത്തെ KLTV യാത്രയിൽ നമ്മുടെ 35ാമത്തെ രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഇവിടെ ട്രെയിനുകളിൽ ആക്ച്വലി ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൽ. അത് മാത്രമല്ല ട്രെയിനിൽ ആരും സംസാരിക്കില്ല.
പിന്നെ ട്രെയിനിൽ ലൈക്ക് നമ്മൾ ജപ്പാനൊക്കെ പോയപ്പോൾ എങ്ങനെയാണോ അതേപോലെയൊക്കെയാണ് ഇവിടുത്തെ ട്രെയിൻ. ഒരു രാജ്യത്തെ ഒരു രീതിയാണല്ലോ. അതുകൊണ്ട് ഞാൻ അകത്ത് വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല. കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത്, സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഭയങ്കര മോശമില്ലേ. പിന്നെ വരുന്ന വഴിക്ക് മൊത്തം കാഴ്ചകളാണെങ്കിലും ആകെ മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ വന്നത്. ഇനിയാണ് എൻ്റെ അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നിന്ന് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാഴ്സലോണയ്ക്ക് ഒരു ട്രെയിനുണ്ട്. ആ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ ഇവിടുന്ന് ബാഴ്സലോണയ്ക്ക്. ബാഴ്സലോണ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സ്പെയിനിലാണ്. നല്ല ദൂരമുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അത് ഫാസ്റ്റ് ട്രെയിനാണ്. അത് പാരീസിൽ നിന്ന് എങ്ങാണ്ട് വരുന്ന ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിനിന് ഞാൻ ഓൺലൈൻ നോക്കിയിട്ട് എനിക്ക് സീറ്റ് റിസർവേഷൻ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കൗണ്ടറിൽ പോയി നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രക്ഷ. ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അത് കിട്ടിയില്ലെങ്കിൽ നമുക്കിന്ന് ബാഴ്സലോണ എത്താൻ പറ്റില്ല. നമ്മൾ പിന്നെ 2-3 ട്രെയിനുകളൊക്കെ മാറി കയറി. അതും കണക്ടിവിറ്റി ഭയങ്കര പാടാണ്. എന്തായാലും ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ഞാനൊന്ന് നോക്കട്ടെ. ഫ്രാൻസ് നമുക്ക് സീറ്റ് റിസർവേഷൻ ഇല്ലാതെ ട്രെയിനിൽ കയറാൻ പറ്റത്തില്ല. യൂറോയിൽ പാസ് ഉണ്ടെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു പ്രശ്നം ഫ്രാൻസിലുണ്ട്. സോ നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഇവിടെ ട്രെയിൻ ഇറ്റാലി, അതായത് ഇറ്റലി ട്രെയിനിൻ്റെ കമ്പനിയുടെ ഓഫീസുണ്ട്. സ്പെയിനിൻ്റെ കമ്പനിയുടെ ഓഫീസില്ല. ഫ്രാൻസിൻ്റെ ഓഫീസുണ്ട്. സ്വിറ്റ്സർലാൻഡിൻ്റെ ഓഫീസുണ്ട്. സ്പെയിൻ കമ്പനിയുടെ ഓഫീസില്ല. എൻ്റെ ട്രെയിന്, എനിക്ക് പോകേണ്ട ട്രെയിൻ ആക്ച്വലി സ്പെയിൻ കമ്പനി ആണ് നടത്തുന്നത്. അവരുടെ ഓഫീസ് ഇവിടെ ഇല്ല. അപ്പോൾ ഓൺലൈൻ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ട്രെയിനിൽ കയറിയിട്ട് മറ്റേ ആളെ കണ്ട് സംസാരിച്ച് നോക്ക്, ടിക്കറ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ തരും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്യാൻ വേണ്ടി പോകണം. അതല്ലാതെ എനിക്ക് വേറെ ഓപ്ഷനില്ല. ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇവിടെയൊക്കെ കമ്പനികൾ ട്രെയിൻ ഒരു പ്രൈവറ്റ് കമ്പനികളാണല്ലോ ഇവിടുത്തെ ട്രെയിൻ നടത്തുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചേച്ചി പേര് പറയുകയാണ്, ദിസ് ട്രെയിൻ ഈസ് ഓപ്പറേറ്റിംഗ് ബൈ ഡിഫറെൻറ്റ് കമ്പനി, നോട്ട് അവർ കമ്പനി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഓൺലൈൻ നോക്കിയതാണ്, ടിക്കറ്റ് ഇല്ലായിരുന്നു. സോ അതായത് ഈ പാസ്സുള്ള ആളുകൾക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ടിക്കറ്റ് ഇവർ ഇഷ്യൂ ചെയ്യുള്ളൂ. നമുക്ക് എന്തായാലും ട്രെയിനിൽ കയറാം, അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല. ട്രെയിനിൽ കയറിയിട്ട് അവർ ഫൈൻ തരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമല്ലോ. ഫാസ്റ്റ് ട്രെയിൻ ആയിരിക്കുമല്ലോ, നോക്കാം. ഫൈനാണെങ്കിൽ ഫൈൻ കൊടുത്തിട്ട് പോകാം, അല്ലാണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ. ഞാനിവിടെ മെഷീനിൽ നോക്കിയപ്പോഴത്തേക്കിനും ട്രെയിൻ ഫുൾ എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ പോകാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് എന്തോ ഒരു സാധനം ഓർഡർ ചെയ്യുവാണ്. അങ്ങനെ ഞാൻ ഫ്രാൻസിൽ നിന്നും എൻ്റെ ലഞ്ച് വാങ്ങിച്ചു. ഈ കാണുന്ന പൊക്കാവ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഞാൻ ലഞ്ച് വാങ്ങിച്ചത്. ഇവിടെ ഇരുന്ന് കഴിക്കണമെങ്കിൽ കഴിക്കാം, പക്ഷേ നമുക്ക് റെയിൽവേ സ്റ്റേഷനകത്ത് ട്രെയിൻ പിടിക്കാനായിട്ട് പോകണം. അപ്പം ട്രെയിൻ പിടിച്ച് പോയാൽ മാത്രമേ നമുക്ക് സ്പെയിനിൽ നിന്ന് കഴിക്കാൻ പറ്റുള്ളൂ. ട്രെയിൻ കിട്ടുമോ എന്നറിയില്ല. മിക്കവാറും ഇന്ന് കള്ളവണ്ടി കയറേണ്ടി വരും. സമയമുണ്ട്, അപ്പോൾ ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു. ഇത് ചിക്കൻ, പിന്നെ ചോറ്, പിന്നെ എന്തോ സോസൊക്കെ ഇട്ടിട്ടുണ്ട്. എന്ത് സാധനം അറിയില്ല. തായ് ആണോ എന്തോ മനസ്സിലാകുന്നില്ല. എന്തായാലും ഏഷ്യനാണ്. കൊറിയനാണോ? വൃത്തിയായിട്ട സോസൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തൊരു സാധനം കൊള്ളാം. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. എന്ത് ക്രൗഡൊന്നും എനിക്ക് ടിക്കറ്റൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പണി വാളും മിക്കവാറും. ഇവരെല്ലാവരും ബാഴ്സലോണയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവരാണോ? ബെസ്റ്റ്. എന്ത് പണിയാന്ന് നോക്കിയേ. ഇത് ആകെ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ ഇവിടെ. ഇന്ന് ഞാൻ ശരിക്കും പെടും കേട്ടോ. പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ പെടല. മെർക്യൂർ ഹോട്ടൽ, ഐബിസ് ഹോട്ടൽ, ഐബിസ് ടൈൽസ്, ഒരു 3-4 ഹോട്ടൽസ് ഒരൊറ്റ ബിൽഡിങ്ങിലുണ്ട്. അങ്ങനെ സ്പാനിഷ് കമ്പനിയുടെ ആ ട്രെയിൻ ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിർത്തുന്നത്? പതുക്കെ മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. നമുക്ക് പോയി TTRനെ കണ്ട് ചോദിച്ചു നോക്കാം നടപടി ആവുമെന്ന്. അല്ലാണ്ട് ഇപ്പോൾ എന്നാ ചെയ്യാം? അതെ, അവർ ടിക്കറ്റൊക്കെ നോക്കി പരിശോധിച്ചിട്ടാണ് ട്രെയിനകത്തേക്ക് ആൾക്കാരെ കയറ്റുന്നത്. അടിപൊളി. മിക്കവാറും പണി പാടും. അതുപോലെ നടപടിയാവില്ല. തിരക്കാ, ഫുള്ളാ. ചോദിച്ചു നോക്കാം. ഇവർ ഈ നിയമം തെറ്റിച്ചൊരു പരിപാടി നടക്കില്ലല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റും പരിപാടികളൊന്നുമില്ല. ഇവിടെ ഒരാളുണ്ട്, ചോദിച്ചു നോക്കാൻ പറഞ്ഞു. സംസാരിച്ച് നോക്കാം. I have a Eurail pass. Can I get a seat reservation on board? Yes. Oh, thank you so much. With there, after you come back. Okay. അപ്പോൾ ഞാൻ ട്രെയിനിനകത്ത് കയറി. അയാൾ കയറിക്കോളാൻ പറഞ്ഞു. എന്തായാലും ഭയങ്കര കാര്യമായിപ്പോൾ കേട്ടോ. പുള്ളിക്കാളാൻ പറഞ്ഞ് ഞാൻ ഒട്ടും വിചാരിച്ചല്ല. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ TTR വന്ന് എനിക്ക് സീറ്റ് തരും. അങ്ങനെ ആ ചേട്ടൻ എനിക്ക് സീറ്റ് തന്നു ഗൈസ്. യെസ്. ട്രെയിൻ കാലിയൊന്നും അല്ല, ട്രെയിൻ ഫുള്ളാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഈ ചില സ്ഥലങ്ങളിൽ നിന്ന് ചില സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ ആയിരിക്കണം. എന്തായാലും എനിക്ക് സീറ്റ് തന്നു. ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇത് ഫുള്ളാണ്, അവിടെ വേറെ ആൾക്കാർ വരും. വേറെ ആൾക്കാർ വരുമ്പോഴത്തേക്കിനും നീ വേറെ എങ്ങോട്ടെങ്കിലും മാറിയിരിക്കേണ്ടി വരും. ഇവിടെ ആയിക്കോട്ടെ, ഇരിക്കാം, എവിടെ വേണേ ഇരിക്കാം, നിന്ന് പോലും വില്ലിങ്ങാണെന്ന് പറഞ്ഞു.
10 യൂറോ കൊടുക്കേണ്ടി വരും. കൊടുത്തു 10 യൂറോ സീറ്റ് റിസർവേഷന് മാത്രം. അതായത് ഞാൻ ഈ യാത്ര ചെയ്യുന്ന ദൂരത്തിന് ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 150 യൂറോ കൊടുക്കണം. 150 യൂറോ എന്നാലും ചോദിക്കും 15,000 രൂപ. അതിന് പകരം ഞാൻ 10 യൂറോ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ട്രെയിൻ നിർത്തി കഴിയുമ്പോൾ വേറെ ആൾക്കാർ കയറും. അപ്പോൾ നമുക്ക് മാറിയിരിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. എന്തായാലും ചേട്ടൻ പാവമായിരുന്നു കേട്ടോ. നല്ലൊരു ചേട്ടനായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സ്പാനിഷ് ചേട്ടൻ. ഈ ട്രെയിനിൽ വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. വൈഫൈ ഉണ്ട്, പിന്നെ വൈഫൈ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്ന സംഭവമാണ്. ഇത് സ്പെയിനിൻ്റെ ട്രെയിനാണ്. അത് ഒരു ഹൈ സ്പീഡ് ട്രെയിനാണ്. നമ്മുടെ വന്ദേ ഭാരതിൻ്റെ സെയിം സംഭവം, അതാണ് സാധനം. വന്ദേ ഭാരതിൻ്റെ സെയിം സാധനം. ഇതിൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ, സെക്കൻഡ് ക്ലാസ്. ട്രെയിൻ പറക്കോട്ടോ, എന്ത് സ്പീഡിലാണ് പോകുന്നതെന്ന് നോക്കി. എനിക്കൊരു 300+ ഉണ്ടാവും, അല്ലെ 300 എങ്കിലും ഉണ്ടാവും, അത് ഉറപ്പത്. ഏതൊരു സ്റ്റേഷനെത്തി മിക്കവാറും എൻ്റെ സീറ്റ് ഇവിടെ നിന്ന് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. സീറ്റ് പോയില്ല ഗൈസ്, ആരും വന്നില്ല. നമ്മളിപ്പോൾ മോൺപെലിയർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. മോൺപെല്ലർ എന്തോ പറയുന്നത്. ഇവിടുന്ന് മിക്കവാറും ആരെങ്കിലുമൊക്കെ അത് വലിയൊരു സ്റ്റേഷനാണ്. നോക്കട്ടെ. എൻ്റെ സീറ്റ് പോയി ഗൈസ്. എൻ്റെ സീറ്റിലാൾ വന്ന് ഞാൻ സുഖമായിട്ടിരിക്കുകയായിരുന്നു തന്നേരം. അങ്ങനെ എൻ്റെ സീറ്റ് പോയി. ഞാൻ വേറെ കോച്ചിൽ വന്ന് ഞാൻ വേറെ സീറ്റ് പിടിച്ചു. ഞാൻ അവിടെ പോയി TTRനോട് ചോദിച്ചു എൻ്റെ സീറ്റ് പോയി എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ എന്നാ ചെയ്യാനാ, ഏതെങ്കിലും സീറ്റ് കാലിയുണ്ടെങ്കിൽ പോയിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പുറത്ത് വന്നപ്പോൾ ഒരു സീറ്റ് കണ്ട് അവിടെ വന്നിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളത് ബാഴ്സലോണ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകളൊക്കെ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അമ്മോ എൻ്റെ അമ്മേ. നമ്മളിപ്പോൾ 700 കിലോമീറ്റർ ദൂരമാണ് 5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് ഇപ്പോൾ ബാഴ്സലോണയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇതുവരെ മൊത്തം 700, 200, 900 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്തു. അതായത് ഫസ്റ്റ് 200 കിലോമീറ്റർ 2 മണിക്കൂർ, പിന്നെ അവസാനത്തെ 700 കിലോമീറ്റർ 5 മണിക്കൂർ. ഇനി നമുക്കൊരു 650 കിലോമീറ്ററോടെ യാത്ര ചെയ്യാനുണ്ട്. അത് 3 മണിക്കൂർ കഷ്ടി മതി. ഓക്കെ, എന്തല്ലേ മൊത്തം ഇന്ന് 1500, 1600 കിലോമീറ്റർ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം രാത്രി 7:30 മണിയായി, 7:30. അപ്പോൾ വെൽക്കം ടു ബാഴ്സലോണ. ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ കേട്ടോ. ബാഴ്സലോണ നഗരത്തിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം. മറ്റേ ഫ്രാൻസിലെ റെയിൽവേ സ്റ്റേഷനിൽ മൊത്തം മറ്റേ നമ്മുടെ നാട്ടിൽ പട്ടാളക്കാർ തോന്നുകൊണ്ട് നിൽക്കത്തില്ലേ, അതേപോലെ പോലീസുകാരായിരുന്നു. ഇവിടെ ഉണ്ട് എല്ലായിടത്തും. ഇപ്പോൾ അങ്ങനെ ആയല്ലോ യൂറോപ്പിലൊക്കെ. അപ്പോൾ ഇതാണ് ബാഴ്സലോണ റെയിൽവേ സ്റ്റേഷൻ. ബാഴ്സലോണ റെയിൽവേ സ്റ്റേഷൻ ഒരു മോഡേൺ റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഷോപ്പിംഗ് മാളൊക്കെ പോലെ ഫ്രണ്ടിൽ മൊത്തത്തിൽ ഇങ്ങനത്തെ സെറ്റപ്പ് ഇവിടെ കാണാം. ഞാൻ പണ്ട് ഏകദേശം 1 വർഷം മുമ്പ് ഞാൻ ബാഴ്സലോണ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടില്ല, കാരണം ഞാനന്ന് ഫ്ലൈറ്റാണ് വന്നത്. അപ്പോൾ അന്ന് ബാഴ്സലോണ വന്നാൽ ഞാൻ ഒരു ദിവസം താമസിച്ചിരുന്നു. പക്ഷേ ബാഴ്സലോണ സ്റ്റേഡിയം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നമുക്ക് ബാഴ്സലോണ നിൽക്കുന്നില്ല. നമുക്കിപ്പം 9 മണിക്കാണ് നമുക്കിനി അടുത്ത ട്രെയിൻ ഇവിടെ നിന്ന് മാഡ്രിഡിലേക്ക് ഏകദേശം 650 കിലോമീറ്റർ ഉള്ളത്. 3 മണിക്കൂർ താഴെ മതി. 650 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. സോ ലെറ്റ് മീ ട്രൈ. നമുക്ക് ഡിന്നർ കഴിക്കണ്ടേ? ഞാനങ്ങനെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി വന്നു. ഇവിടെ തണുപ്പിച്ചിട്ട് കുറവുണ്ട് കേട്ടോ അത്യാവശ്യം. ഇതാണ് നമ്മൾ വന്ന ബാഴ്സലോണ സാൻസ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ഫാസ്റ്റ് ട്രെയിനുകളൊക്കെ പോകുന്നത്. ബാഴ്സലോണ സാൻസ്. ഇവിടെ തന്നെ കുറേ സ്റ്റേഷനുകളുണ്ടാവും. ഇന്ന് ആക്ച്വലി ഞാൻ ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ ഓർത്തു ഫർദർ മുന്നോട്ട് പോകണം, പോയേ പറ്റുള്ളൂ. അത് മാത്രമല്ല എനിക്ക് നാളെ സുനീർ ഭായിനെ വെയിറ്റ് ചെയ്യണം. സുനീർ ഭായി ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫർദർ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പിന്നെ ഞാനിവിടെ ഓൾറെഡി ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ, വന്നാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫർദർ മുന്നോട്ട് പോകണം. ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ഫുഡൊക്കെ എടുക്കണം. അപ്പോൾ ഇവിടെ ഫിഡുവ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കി എടുത്ത്. ഇവിടെ സ്വിറ്റ്സർലാൻഡിലെ പോലെ തന്നെയാണ്, വെള്ളത്തിൻ്റെ വില വേറെയാണ്. ഞാനിപ്പോൾ എവിടെ നിന്ന് വെള്ളം റീഫിൽ ചെയ്യാനാണ്, വേറെ ഒന്നും ഇല്ല റീഫിൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കഴിച്ചു. ഉച്ചയ്ക്ക് ലഞ്ച്
നമ്മൾ ഫ്രാൻസിൽ നിന്ന് കഴിച്ചു. ഇപ്പോൾ ഡിന്നർ രാത്രി ഞാൻ സ്പെയിനിൽ നിന്ന് കഴിക്കുകയാണ്. ഓക്കെ, ഇനി ജർമ്മനിയിൽ പോയി കഴിക്കണോ? അതും കഴിക്കാം. എന്തോ ഒരു കുന്തം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സീ ഫുഡിൻ്റെയാണ്. സംഭവങ്ങളാണ് ഇവിടുന്ന് കത്തിയ റെയിൽവേ സ്റ്റേഷനല്ലേ. 15 യൂറോ ആണ് ഈ സാധനത്തിന്. ശരി, ഇതിനകത്ത് കല്ലുമ്മയൊക്കെ ഉണ്ട്. വയറിന് പിടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ നാട്ടിലാണേലും ലോകത്ത് എവിടെയാണെങ്കിലും ഇതുപോലെ സെൽഫ് സർവീസ് സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ പ്ലേറ്റും ആ സംഭവം ഇൻക്ലൂഡിങ് മക്ഡൊണാൾഡ്സ്, KFC ഇതുപോലൊരു സ്ഥലം ഉണ്ടാവും. അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വെക്കണം. താങ്ക് യു. അത് നമ്മുടെ ഒരു ബേസിക് മാനേഴ്സാണ്. അത് മാത്രമല്ല നമുക്കില്ലാത്ത സിവിക് സെൻസിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ സംഭവം. കഴിച്ച സാധനം അതേപടി അവിടെ ഇട്ടിട്ട് പോകാമെന്ന് പറയുന്നത്. നേരത്തെ കഴിച്ചത് എനിക്കൊന്നും ആയില്ല. നമുക്കിനി ഒരു 3-4 മണിക്കൂറും കൂടെ ട്രെയിനിലിരിക്കാനുണ്ട്. ഞാനിവിടെ മക്ഡൊണാൾഡ്സിൽ നിന്ന് 2 ബിയറും പിന്നെ കുറച്ച് സ്നാക്സും വാങ്ങിച്ചു. വേറെ ഒന്നുമില്ല, മക്ഡൊണാൾഡ്സിൽ ബിയറൊക്കെ കിട്ടും കഴിച്ചു ഇവിടെ. അപ്പോൾ ഇനി സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് അകത്തേക്ക് കയറാനായിട്ട്, ചൈനയിലൊക്കെ ഉള്ള പോലെ. സോ അത് കഴിഞ്ഞിട്ട് അകത്ത് കയറാം. 9 മണിക്ക് ട്രെയിൻ. നമ്മുടെ ചെക്കിനോട് തുടങ്ങുന്നേ ഉള്ളൂ. ഇങ്ങനെ മക്ഡൊണാൾഡ്സിൻ്റെ ഗ്ലാസ്സിൽ ബിയർ ഒഴിച്ചിട്ടുണ്ട് നിങ്ങളായാലും ഇല്ലല്ലോ? കണ്ടോ, സൂപ്പറല്ലേ മക്ഡൊണാൾഡ്സിൻ്റെ ബിയർ. നമ്മൾ ഈ വിമാനത്തിൽ കയറുമ്പം ബോർഡിങ്ങിന് മുന്നേ ആളുകൾ നിൽക്കത്തില്ലേ, അതേപോലെ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. കുറേ നേരമായി നിൽക്കുന്നത്. ഇതുവരെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നില്ല എന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നു കഴിഞ്ഞ് മാത്രമേ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കടത്തി വിടുള്ളൂ. ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗമാണ്. താങ്ക് യു. ഗ്രാസിയാസ് ഓല, ഗ്രാസിയാസ്. നമ്മൾ നേരത്തെ വന്ന പോലത്തെ സെയിം ട്രെയിനാണ്, സെയിം ട്രെയിൻ. ഇത് ഇറ്റലിയുടെ ട്രെയിനൊക്കെ ഇവിടെ കിടപ്പുണ്ടല്ലോ. ഫ്രഷറോഷിയൊക്കെ ഇവിടെ കിടപ്പുണ്ടല്ലോ. ഫ്രക്കറോസിയ അതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. സോ ഇത് 5 ആയിരുന്നല്ലേ. എൻ്റെ 7ാമത്തെ കോച്ച്. അപ്പുറത്ത് പോകണം. ഏതൊക്കെ രാജ്യത്തിൻ്റെ ട്രെയിൻ വരുമെന്ന് അറിയോ? ഇറ്റലിയുടെ ട്രെയിന്, സ്വിറ്റ്സർലാൻഡിൻ്റെ ട്രെയിൻ. സ്വിറ്റ്സർലാൻഡിന് ഇവിടെ വരുന്നില്ലെന്ന് തോന്നുന്നു. ഫ്രാൻസിൻ്റെ ട്രെയിന്, ജർമ്മനിയുടെ ട്രെയിന്. പോർച്ചുഗൽ പിന്നെ റെയിൽവേയുടെ കാര്യത്തിൽ ഭയങ്കര വീക്കാണ്. അമ്മമാർ പണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് ഭരിച്ചു എന്നുണ്ടെങ്കിലും ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ഭരിച്ചില്ല. നമ്മുടെ നാട് വന്ന് ഭരിക്കുകയും ചെയ്തല്ലോ. നമ്മുടെ നാട് വന്ന് കുട്ടിച്ചോറാക്കിയിട്ട് പോയി. ഇപ്പോൾ അമ്മമാരുടെ നാട്ടിൽ റെയിൽവേ ഭയങ്കര ശോകമാണ് ഇവിടുത്തെ കാര്യം തന്നെ പറയുന്നത്. നമുക്കവിടെ പോകുമ്പോൾ കാണാം പോർച്ചുഗീസുകാരെല്ലാം ചെയ്തതെന്നുള്ളത്. അവരുടെ നാട് എന്നാ ഉണ്ടാക്കണമെന്ന് കാണണ്ടേ? കയറി വരുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ തന്നെ കാണാം. ഇത് ഇവിടുത്തെ ലാസ്റ്റ് ട്രെയിൻ ആട്ടോ ഇവിടെ നിന്നുള്ളത്. എൻ്റെ ബിയർ മണപ്പിക്കരുത്, എൻ്റെ ബർഗർ മണപ്പിക്കരുത് പട്ടി. ഇതിവിടുന്ന് മാഡ്രിഡിനുള്ള ഇന്നത്തെ ലാസ്റ്റ് ട്രെയിനാണ്. രാത്രി 9 മണിയുടെ. ഫുള്ളാണ് കേട്ടോ, ഫുള്ളാണ്. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ബാക്കിലത്തെ ഈ ഒരു സീറ്റാണ് കിട്ടിയത്. ഇറ്റ്സ് ലൈക്ക് ഹായ് ഗായ്സ്, ഐ ആം എൻജോയിങ് ദിസ് very nice journey. It's an amazing train journey. I'm having a chilling beer, you know, sitting here next to an actor. Yeah, he's an actor. He's from Argentina. From Argentina, so far away. Yeah, he's in Argentina. I mean, he's living in Spain. Yeah, നിങ്ങൾക്ക് അറിയാലോ അർജന്റീനക്കാരും സ്പാനിഷ് ഭാഷ സംസാരിക്കും. സോ പുള്ളി ഒരു ആക്ടറാണ്. He used to do dramas. Yes, that play, short films, etc. Not advertising. Yeah. Yes. So we are going to sit together for next 3 hours, right? Sorry? 3 hours, right? Yes, 3 hours. Yeah. Next 3 hours we are going to cover almost 650 kilometers to Madrid, the capital city of, like, this is what I do. Yeah, wow. ഞാൻ എൻ്റെ ജോലി എന്താന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. Yeah, so this is what I do. Tell me your channel. Yeah, sure. Even though I'm bored, I have to say that I'm enjoying. Okay. Yeah. I don't like to say that I'm bored. So I was bored, so I got you. Now we are talking and we are enjoying. Yeah, that's the way. അപ്പോൾ അടുത്ത 3 മണിക്കൂർ ഇവനെ കത്തി വെച്ച് കൊല്ലാം. രാത്രി 11:45. അതായത് 9 മണിക്ക് ട്രെയിനിൽ കയറിയ 10, 11, 11:45. 2 മണിക്കൂർ 46 മിനിറ്റ് കൊണ്ട് ഏകദേശം 650 കിലോമീറ്ററാണ് കവർ ചെയ്തത്. എത്തി മക്കളെ, എത്തി. മാഡ്രിഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് രാവിലെ 11:30-ക്കാണ് ഞാൻ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നിന്നും ട്രെയിൻ കയറിയത്. 11:30. അവിടെ നിന്ന് 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് 200 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഞാൻ നമ്മൾ ഫ്രാൻസിലെ ലിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് 5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഞാൻ ബാഴ്സലോണ എത്തി. സ്പെയിനിലെ ബാഴ്സലോണ എത്തി. ആ 5 മണിക്കൂർ എന്ന് പറയുന്നത് ഏകദേശം 700 കിലോമീറ്ററാണ് നമ്മൾ യാത്ര ചെയ്തത്. എന്നിട്ട് വീണ്ടും 650 കിലോമീറ്റർ 2.5 മണിക്കൂറും കൊണ്ട് യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. പണിയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് എറണാകുളത്തുനിന്ന് കയറുന്നു. 2.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് ബാംഗ്ലൂർ എത്തുന്നു. കിടന്നുറങ്ങുന്നു.
എന്തായാലും ഇങ്ങനത്തെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ പണ്ട് ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ആഴ്ചയിലും ഈസിയായിട്ട് നാട്ടിൽ വരായിരുന്നു, ഫ്ലൈറ്റ് പോലും വേണ്ട അല്ലേ. എന്ത് സുഖ പരിപാടിയാണ് സംഭവം. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് കേട്ടോ. ഇന്ന് ഇത്രയധികം യാത്രകൾ നമ്മൾ നടത്തിയെന്ന് പറയുമ്പോഴത്തേക്കിനുമേ ഇത്രയും ദൂരം നമ്മൾ ഈ ചെറിയ സമയം കൊണ്ട് യാത്ര ചെയ്തെന്ന് പറയുമ്പോഴേ, ഇത് ജസ്റ്റ് ഫ്ലൈറ്റ് കയറി വരികയായിരുന്നെങ്കിൽ 1 മണിക്കൂർ മാത്രം ട്രാവൽ ചെയ്യേണ്ട ഒരു ദൂരം മാത്രമാണ്, 1-2 മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ട ഒരു ദൂരമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേ, അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ 10 മാസമായി ഞാനിവിടെ എത്തി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ കുറേ ആൾക്കാർ സ്വാഭാവികമായിട്ടും അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ചില ആൾക്കാർ പറയുന്നത് ഇതിനിടയ്ക്ക് എത്ര നാൾ വീട്ടിൽ പോയി, വീട്ടിൽ പോകുന്നതിനിപ്പോൾ എന്താ, ഞാനൊരു നാടോടിയായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളല്ലല്ലോ, ഞാനൊരു സാധാരണ ഒരു കുടുംബസ്ഥനാണ്. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് എൻ്റെ മകനെ മിസ് ചെയ്യും, ഞാൻ എൻ്റെ ഫാമിലി എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ നാട്ടിൽ പോകും. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം എന്നിട്ട് എന്നാലും മനസ്സിലാവാത്ത കുറേ ആളുകൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ വിമർശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, നെഗറ്റീവ് കമൻ്റ് ഇട്ട് ലൈക്ക് വാരണം എന്നാഗ്രഹിക്കുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അത് വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഏതൻസിൽ പോയിട്ട് ഒളിമ്പിക് സ്റ്റേഡിയം പോലും കണ്ടില്ല എന്നിട്ട് വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഞാൻ ഒളിമ്പിക് സ്റ്റേഡിയം വേണ്ടി കാണാൻ വേണ്ടി ഇറങ്ങിയതല്ല ഏതൻസിൽ, അല്ലാതെ ഞാനിപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങിയതല്ല. ഏഷ്യ കഴിഞ്ഞതോടുകൂടി ഞാൻ അത് വിട്ടു. അതിൻ്റെ റീസൺസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റില്ല, എനിക്ക് സമയമില്ല, 3 മാസമുള്ളൂ ആകെ. 3 മാസം കൊണ്ട് 30-32 രാജ്യങ്ങളാണ് കവർ ചെയ്യേണ്ടത്. കാരണം 90 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും മനസ്സിലാവാത്ത കുറേ ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്. എന്തുവാണ് ഇത്? സ്കോഡയുടെ ഇൻറ്റീരിയർ പോലെ സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഓ ഇത് കംപ്ലീറ്റ് ആ സ്കോഡ അല്ലല്ലോ, സ്കോഡയുടെ നമ്മുടെ മറ്റേ ഇതെന്താണെന്നറിയോ, സൺറൂഫ്. സൺറൂഫ് പോലെ, അതായത് സൺറൂഫിൽ കൂടെ കാണുന്നത് പോലെയാണ് അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ എയർപോർട്ടിൽ കൂടെ നടക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇതൊരു 1.5 റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, പൊളിയാണേ. അയ്യോ, എനിക്ക് എല്ലാം കംപ്ലീറ്റ് സ്കോഡ കേട്ടോ. അതായത് ഈ ഒരു സ്റ്റേഷൻ മുഴുവൻ എനിക്ക് തോന്നുന്നു സ്കോഡ വിലക്കെടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ സ്കോഡ, അപ്പുറത്ത് സ്കോഡ, എല്ലായിടത്തും സ്കോഡയാണ് സുഹൃത്തുക്കളെ. ഇത് മാഡ്രിഡ് അല്ലേ, ഇത് സ്കോഡ റെയിൽവേ സ്റ്റേഷനാണ്. സ്കോഡ റെയിൽവേ സ്റ്റേഷൻ നോക്കൂ, ഫുൾ സ്കോഡ. and അവിടെ ഡിസ്പ്ലേയിൽ ടി വിക്കത്തെ പരസ്യം വരെ സ്കോഡയ്ക്ക് ഇതിലും വലിയ പരസ്യം വേറെ കൊടുക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. ഈ ഫാസ്റ്റ് ട്രെയിൻസിൻ്റെ ഗുണം എന്താണെന്നറിയോ? ഈ ഫാസ്റ്റ് ട്രെയിൻസൊക്കെ പകൽ സർവീസുകളായിരിക്കും. മാക്സിമം രാത്രി 12 മണി വരെ ഓടുകയുള്ളൂ. 12 മണിക്ക് ഡെസ്റ്റിനേഷനിൽ എത്തുന്ന രീതിയിലായിരിക്കും ഫാസ്റ്റ് ട്രെയിനുകൾ ഓടിക്കുന്നത്. രാവിലെ ഒരു 5 മണിക്കേ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്കുള്ള സമയം, അതായത് ഓവർനൈറ്റ് എന്ന് പറഞ്ഞൊരു ട്രെയിൻ കൺസെപ്റ്റ് ഫാസ്റ്റ് ട്രെയിനുകൾ ഓടിക്കില്ല. അത് ചൈനയിലും അതേപോലെയാണ്. നമ്മൾ ഇന്ത്യയിൽ തുടങ്ങിയാലും നമ്മൾ വന്ദേ ഭാരത് നമുക്ക് സ്ലീപ്പർ അല്ലെങ്കിൽ അത്തരത്തിൽ ഓടിക്കുകയുള്ളൂ. ഓവർനൈറ്റ് സ്ലീപ്പർ ട്രെയിനുകൾ മാത്രമേ ഓടിക്കുകയുള്ളൂ. പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. ഇവിടുത്തെ നിന്ന് ലാസ്റ്റ് ട്രെയിനായിരുന്നു കേട്ടോ. സാധാരണ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഹോട്ടൽസ് കിട്ടുന്നതാണ്. പക്ഷേ എനിക്കിവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നൊരു 750 മീറ്റർ മാറിയാണ് ഹോട്ടൽ കിട്ടിയത്. ഇതിൻ്റെ മുമ്പിലുള്ള ഹോട്ടലൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ടാക്സി ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനിയിപ്പോൾ ഒരു 700 മീറ്റർ എനിക്ക് നടന്നു പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഭയങ്കര വലിയ സ്റ്റേഷനാട്ടോ ഇത്. ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തതിലും വലിയ സ്റ്റേഷനാണിത്. ഇവിടെ രാത്രി 12 മണിക്കും മക്ഡൊണാൾഡ്സൊക്കെ തുറന്നിരിപ്പുണ്ട്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കുറേ റെസ്റ്റോറൻറ്റുകളും ബാറുകളൊക്കെ ഓപ്പണാണ്. പിന്നെ എവിടെ പോയാലും കാണുന്ന പോലെ തന്നെ ഡെലിവറി ബോയ്സായിട്ട് നമ്മുടെ ബംഗ്ലാദേശി ചേട്ടന്മാരെ നമുക്ക് കാണാം. അതൊക്കെ നമുക്ക് ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. KFC ഒക്കെ ഓപ്പണാണ്. രാത്രി അത്യാവശ്യം ക്രൗഡ് പുറത്തുണ്ട്. ഈ കാണുന്നതൊക്കെ ഹോട്ടൽസാണ്. NH ഹോട്ടൽസ്, റെഡ് റാഡിസണ്, പിന്നെ നോൺ സ്റ്റോപ്പ് ബർഗർ. സാധാരണ നമ്മളാ ഒരു സ്വിറ്റ്സർലാൻഡൊക്കെ വിട്ട് മാറി ഇവിടേക്ക് വന്നപ്പോഴത്തേക്കിനും തിങ്സ് ആർ ചേഞ്ച്ഡ്. കണ്ടില്ലേ? വീഗൻ ഫുഡ് കേട്ടോ, പോക്കി ബോൾ, വീഗൻ ഫുഡൊക്കെ വളരെ കോമൺ ആയി ഇപ്പോൾ. പിന്നെ ഇത് എന്തോ ഒരു ഹലാൽ അറബിക് ഫുഡാണ് ഈ കാണുന്നത്. ഹലോ, യെസ്, സുജിത്. ദിസ് ഈസ് മൈ റൂം ഫോർ $5,000. തൊണ്ടേ കളഞ്ഞ് 5000 രൂപയുടെ റൂമാണ് ഗൈസ്, സിംഗിൾ റൂം. നോക്കൂ, ഇതാണ് സംഭവം. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇത്രയും മാറിയോണ്ടാണ് ഈ കാശിന് റൂം കിട്ടിയത്. ഒരു 10 മിനിറ്റ് നടക്കേണ്ടി വന്നുകൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡബിളാണ് അത് ചോദിക്കുന്നത്. കണ്ടില്ല, ഒരു കുഞ്ഞ് ബാത്റൂം, സൗകര്യങ്ങളൊക്കെ നീറ്റാണ്, ക്ലീനാണ്, എല്ലാം അടിപൊളിയാണ്. സെറ്റപ്പ് ചെറിയ മുറിയാണെന്നേ ഉള്ളൂ, ബട്ട് ഒരാൾക്ക് മോർ ദാൻ ഇനഫ്. അപ്പോൾ നാളെ രാവിലെ നമുക്കിവിടെ നിന്ന് മലാഗ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അത് സ്പെയിൻ്റെ ഒരു കോസ്റ്റൽ റീജിയനാണ്.
നമ്മൾ ആക്ച്വലി ബാഴ്സലോണയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് മലാഗ പോകണം, അങ്ങനെ പോകാൻ പറ്റുള്ളൂ ട്രെയിനിൽ. അതേ ഉള്ളു വഴി, വേറെ വഴിയില്ല. അങ്ങനെയാണ് പോകാൻ പറ്റുന്നത്. നമുക്ക് മാപ്പ് നോക്കുമ്പോഴത്തേക്കും വേറെ വഴി പോയിക്കൂടെ നിങ്ങൾക്ക് ആലോചിക്കും. ബാഴ്സലോണ ടു മാഡ്രിഡ്, മാഡ്രിഡ് ടു മലാഗ, അങ്ങനെ ഇതിങ്ങനെ പോകാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് ട്രെയിൻ അല്ലെങ്കിൽ ഒരു ഒറ്റ ദിവസം യാത്ര ചെയ്യുവാണെങ്കിൽ എനിക്ക് 2.5 മണിക്കൂർ ഇങ്ങോട്ടും 2 മണിക്കൂർ മലാഗയ്ക്കും, അത്രേ ഉള്ളൂ. എത്ര ഫാസ്റ്റാണ്, എത്ര ഫാസ്റ്റായിട്ടാണ് ഇവിടുത്തെ ട്രെയിനുകൾ ഓടുന്നത്. എന്നാലും ഫാസ്റ്റായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആർക്കല്ലേ ഇത്ര ധൃതി എന്നൊക്കെ ചോദിക്കുന്ന പോലെ അല്ലേ. ഒരു വിമാനത്തിൽ പോകേണ്ട യാത്രയാണ്, ഡിസ്റ്റൻസ് അതിലും എളുപ്പത്തിൽ നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റുന്നു. അപ്പോൾ ബാഴ്സലോണ ഓൾറെഡി പോയതാണ്. മാഡ്രിഡ് നമ്മൾ തിരിച്ച് വരുമ്പോൾ, അതായത് നമ്മളിപ്പോൾ പോകുന്നത് നേരെ ജിബ്രാൾട്ടറും പോർച്ചുഗലൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഈ വഴി തന്നെ പോകാൻ പറ്റുള്ളൂ. ഇവിടെ വരണം അന്നേരം നമ്മളിവിടെ കാണാം. ഓക്കെ, പിന്നെ ഒന്ന് ഉറങ്ങട്ടെ. പിന്നെ സ്ഥലം കാണുന്നില്ലെന്ന് ചോദിക്കുന്നവരോട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതൊരു എക്സ്പെഡീഷനാണ്, ഇനി സ്ഥലം കാണാനുള്ള പോക്കല്ല. ഇതൊരു എക്സ്പെഡീഷനാണ്, ഇതൊരു റോഡ് ട്രിപ്പാണ്, യാത്രയാണ്. അതായത് മാക്സിമം ഇത് എക്സ്പെഡീഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കണം പ്ലീസ്. ദൈവത്തെ കഷ്ടമുണ്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് 1/2 മണിക്കൂറോട് ഞാനിരുന്ന് കുളിച്ച് ഫ്രഷായി എന്നുള്ളതാണ്. സാധാരണ എനിക്ക് അധികമുള്ള സമയം വേണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് റെഡിയായി. അപ്പോൾ നമുക്കിനി 8:30 നമ്മുടെ ഇവിടുത്തെ ട്രെയിൻ, അടുത്ത ട്രെയിൻ മലാഗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. രാവിലെ 7:30 ആയിട്ട് നേരം വെളുത്തിട്ടില്ല. ആളുകളൊക്കെ ഉണ്ട് റോഡിൽ, പക്ഷെ നേരം ഇതുവരെ വെളുത്തില്ല. ഇവിടെ ഒരു ദിനോസറിൻ്റെ ഒരു സ്റ്റാച്ചു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ദിനോസറിൻ്റെ സ്റ്റാച്ചു അല്ല, ഒരു സ്കെൽട്ടൺ, പത്തഗോത്തിത്തനോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഇതേതോ ഒരു ഫോറം എന്നും പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവമാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. രാവിലെ ഒരു ബസ്സിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഇപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞാനൊരു ബസ്സിൽ കയറി. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് വെൽ കണക്റ്റഡ് ആണ്. മാഡ്രിഡ് അല്ല, യൂറോപ്പ് മൊത്തത്തിൽ എല്ലായിടത്തും വെൽ കണക്റ്റഡ് ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, വൃത്തിയുള്ള ബസ്സുകൾ. ആ ബസ്സുകളിൽ പോലും കുട്ടികളുടെ പ്രാമും വീൽ ചെയറും ഒക്കെ പ്രത്യേകം മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും വെക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ കയറ്റുന്നതിന് വേണ്ടിയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും. അത് ചില സ്ഥലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അത് പ്രോപ്പറായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നുമുണ്ട്, അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട്. ബസ്സിൽ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിറങ്ങി. അത്തോച്ച റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് പറയുന്നത്, അത്തോച്ച റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു ക്യൂ ഉണ്ടോ? ബസ്സിനകത്തേക്ക് കയറാൻ വേണ്ടിയുള്ള ക്യൂ ആണ്. ആളുകൾ ക്യൂ നിന്ന് ബസ്സിൽ കയറുന്നത് കണ്ടോ? എത്ര അച്ചടക്കത്തോടെ സംയമനത്തോടെയാണ് ആളുകൾ ക്യൂ നിന്ന് ബസ്സിൽ കണ്ടില്ലേ നിങ്ങൾ? അതായത് നമുക്ക് ഈ അച്ചടക്കവും സംയമനമൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നമുക്ക് ഈ ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ പോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അധികാരികളുടെ കുറ്റം ഉണ്ട് അതിനകത്ത്, ശരിയാണ്. അധികാരികൾ കൂടുതൽ ആളുകളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടത്തിവിട്ടി. പക്ഷേ കടത്തിവിട്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു പ്രോപ്പർ ഒരു അച്ചടക്കമോ സെൽഫ് ഡിസിപ്ലിനോ സിവിക് സെൻസോ ഇല്ലാത്തതിൻ്റെ ഒരു റീസണും കൂടിയാണ് അത്തരത്തിലുള്ള തിരക്ക് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. ശബരിമലയിലൊക്കെ പോകണം, അവിടെയൊക്കെ പോയിട്ട് ആളുകളൊക്കെ വന്ന് തിരക്ക് കൂട്ടുന്ന കാണണം. എന്ത് കഷ്ടമല്ല ശരിക്കും. അതൊക്കെ മാറും. അതൊക്കെ നമ്മൾ സ്കൂളിൽ മുതലേ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു തുടങ്ങണം. ഈ എന്താ പറയുക, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ഒക്കെയുള്ള പരിശീലനങ്ങൾ. സ്റ്റേഷൻ്റെ മുമ്പിലായിട്ട് ഇവിടെ നമുക്ക് 2 കുഞ്ഞി തലകൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇതിൻ്റെ പ്രതീകം എന്താണ് എന്ന് എനിക്കറിയത്തില്ല. 2 കുഞ്ഞി തലകൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ പോകുന്ന മലാഗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 550 കിലോമീറ്ററാണ് കാണിക്കുന്നത്. 550 കിലോമീറ്റർ നമുക്ക് 2 മണിക്കൂർ, അതായത് 8:30 കയറി കഴിഞ്ഞാൽ 11:15 9:30 10:30 2 മണിക്കൂർ 50 മിനിറ്റ്, 550 കിലോമീറ്റർ. ഇവിടെയും സ്റ്റേഷനകത്ത് ടിക്കറ്റുള്ള ആളുകൾക്ക് മാത്രമേ അകത്ത് റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്ക് അടുത്തേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ ഇരിയോ, റൺഫേ അങ്ങനെ 2 ട്രെയിൻ കമ്പനികളാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഇന്ത്യൻ റെയിൽവേ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ പല ട്രെയിൻ കമ്പനികളുണ്ട്. അതായത് ട്രാക്ക് റെൻറ്റ് കൊടുത്തിട്ട് ഉപയോഗിക്കാം. സ്റ്റേഷനൊക്കെ റെൻറ്റ് കൊടുത്തിട്ട് വിമാനം ഓടിക്കുന്ന പോലെ പല കമ്പനികളുണ്ട്. ഇവിടെ പല സ്ഥലത്തും അങ്ങനെയാണ്. 2 ട്രെയിൻ കമ്പനികൾ സ്പെയിനിലുണ്ട്. ഇതിൽ ഡിസ്പ്ലേയിൽ കണ്ടില്ലേ 8:30 റൺഫേ, പിന്നെ അതിന് മുമ്പ് ഇരിയോ. അത് 2 കമ്പനികളുടെ ട്രെയിനുകളാണ്. അതായത് ഇൻഡിഗോ, അതേപോലെ ഗോ എയർ, അതേപോലെ എയർ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ 2-3 കമ്പനികളുടെ ട്രെയിനുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ഇറ്റാലിയൻ റെയിൽവേയുടെ ട്രെയിനും ചിലപ്പോൾ ഇവിടെ വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പോകേണ്ടത് 8:30 മലാഗ മറിയ സംബ്രാനോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് പരിശോധനയും സെക്യൂരിറ്റി ചെക്കും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാവരും ഒലാ 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 എന്നാണ് പറയുന്നത്.
ഈ ഒല എന്നും പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നമ്മൾ പണ്ട് ക്യൂബയിൽ പോയ വീഡിയോ വെച്ചിട്ട് നമ്മുടെ ചിന്താ ജെറോം ഈയിടെ എങ്ങാണ്ട് ക്യൂബ പോയായിരുന്നു. ചിന്ത ചേച്ചിയുടെ വീഡിയോ ഇട്ടിട്ട് എൻ്റെ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ കുറേ ട്രോൾ ഇറക്കുന്നുണ്ടായിരുന്നു. ചിന്ത ചേച്ചി ഐ എം സോറി കേട്ടോ, എനിക്ക് നിങ്ങളെ പേഴ്സണലി അറിയില്ല. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ക്യൂബ പോയി, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ക്യൂബ പോയി. അത് നമ്മൾ ട്രോൾ ഉണ്ടാക്കിയവരെ പറ്റിയോ ട്രോൾ ഉണ്ടാക്കിയതിനെ പറ്റിയോ എനിക്ക് പേഴ്സണലി ഒന്നും അറിയില്ല. നിങ്ങളെ വേദനിപ്പിച്ചെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്തൊരു പങ്കുമില്ല കേട്ടോ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് എന്തോ ഒരു സാധനം വാങ്ങിച്ചു, എന്താണെന്നറിയില്ല. ഇന്നോ 2 ബ്രെഡ് അതിനിടയ്ക്ക് ചിക്കൻ വെച്ചിട്ടുണ്ട്. അത് ടബാസ്കോ സോസ് ഇട്ട് അടിക്കുക. അതിനാണെങ്കിൽ പുളിയില്ല, എരിയില്ല, ഉപ്പിലൊന്നുമില്ല. ഇവിടെ എല്ലാം എയർപോർട്ടിനകത്തെ പോലെയാണ്. റെയിൽവേ സ്റ്റേഷനകത്ത് എല്ലാം ഭയങ്കര കത്തിയാണ്. അങ്ങനെ എസ്കലേറ്റർ ഇറങ്ങി നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ പോവാം. ഇതെന്തുമല്ലേ, ഇതിൻ്റെ മുഖം കാണുമ്പോഴത്തേക്കിനും ഓസ്ട്രിച്ചിൻ്റെയാണോ അത് എന്തിൻ്റെയോ ഇതേപോലല്ലേ ഫ്രണ്ടിൽ മുഖം വരും. മറ്റേ താറാവില്ലേ, ഡക്കിൻ്റെ മുഖം പോലില്ലേ ഇത് കാണുമ്പോഴത്തേക്കിനും അല്ലേ. ഇവിടെ തണുപ്പ് കുറവുണ്ട് കേട്ടോ. 8 ഡിഗ്രിയാണ് രാവിലത്തെ കാലാവസ്ഥ. അപ്പോൾ പകൽ എങ്ങനെ പോയാലും ഒരു 15-16 പോകും. ഇതൊക്കെ മറ്റേ ഈ വണ്ടി ഓരോ സാധനങ്ങളൊക്കെ ട്രെയിനകത്ത് കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനും വേണ്ടിയുള്ള വണ്ടികളാണ്. വെട്ടിത്തിളങ്ങുന്ന പ്ലാറ്റ്ഫോമുകൾ. ഇതാണ് എൻ്റെ കോച്ച് 8, കോച്ച് നമ്പർ 8. ഇത് വിട്ടിട്ടിപ്പോൾ കുറേ നേരമായി. ഇത് ഒരു സ്റ്റോപ്പ് പോലും എവിടെയും നിർത്തിയിട്ടില്ല, ഒന്നും നിർത്തിയിട്ടില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഒന്നുമില്ല പുറത്ത് കാണാനായിട്ട്. അവിടെ ഞാനൊന്നും കാണിക്കുന്നുമില്ല. ട്രെയിനിൽ ഫുള്ളല്ല, എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ. ഫുള്ളല്ല. ഞാനിങ്ങനെ ഇരുന്ന് റെയിൽവേയുടെ മാപ്പ് നോക്കി നമുക്കിനിയിപ്പം നമ്മളിപ്പം ബേസിക്കലി എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? എനിക്ക് എൻ്റെ ഒരു ഐഡിയ ഇല്ല. നമ്മളിത് ബാഴ്സലോണയിൽ നിന്ന് മാഡ്രിഡ് വന്ന്, മാഡ്രിഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു മലാഗ. ഇനി നമുക്ക് പോർച്ചുഗൽ പോകണം, പോർച്ചുഗലിൽ നിന്ന് തിരിച്ച് ഫ്രാൻസ് പോകണം, അവിടെ നിന്ന് നമുക്ക് ജർമ്മനി പോകണം, ജർമ്മനിയിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക് പോകണം, പോളണ്ട് പോകണം, പിന്നെ ലിത്വാനിയ, ലാറ്റ്വിയ, എസ്റ്റോണിയ, സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വന്ന് നെതർലാൻഡ്സ്, ബെൽജിയം വഴി നമ്മൾ UK പോകും. നമ്മൾ 8:30 വിട്ടതല്ലേ, 9:10 11 2.5 മണിക്കൂറായി. നമ്മൾ 11:04 എത്തും. ഇനി 15 മിനിറ്റോടെ ഉള്ളൂ. ഇപ്പോഴാണ് ഏതോ ഒരു സ്റ്റേഷനിൽ ഇവർ നിർത്താൻ പോകുന്നേ ഉള്ളൂ. നിർത്തുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതെ, നമ്മളെത്തി. ഇത് നോൺ സ്റ്റോപ്പ് വണ്ടിയായിരുന്നു. നമ്മൾ 12 മിനിറ്റ് നേരത്തെ എത്തി. ഇറങ്ങണം. എല്ലാവരും എണീക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയ. മാപ്പ് നോക്കിയപ്പോൾ അതേ മലാഗ. എന്തോന്നിടേ ഇത് 2.5 മണിക്കൂർ കൊണ്ട് 550 കിലോമീറ്റർ. എന്നാൽ ഇതൊരുണ്ടല്ലോ ഭയങ്കര യാത്രയായിപ്പോയി കേട്ടോ. ഞാൻ എത്തിയത് അറിഞ്ഞില്ലെന്ന്. 2 മണിക്കൂർ 8:30 വിട്ട നമ്മളാണേ. ഇപ്പോൾ 2.5 മണിക്കൂർ. 2.5 മണിക്കൂറിൽ നിങ്ങൾക്ക് എറണാകുളത്തുനിന്ന് ബാംഗ്ലൂർ എത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് എൻ്റെ പൊന്നെ. എന്തായാലും സംഭവം പൊളിയായിരുന്നു. ഇവിടുത്തെ നല്ല അടിപൊളി വലിയ കിടിലൻ റെയിൽവേ സ്റ്റേഷനാണ്. ശരിക്കും ഇത് നിങ്ങൾക്ക് വലിയ പുതുമയൊന്നും ആയിരിക്കില്ല. കാരണം നമ്മൾ ജപ്പാനിലും ചൈനയിലുമൊക്കെ ഇതുപോലെ ഇതിലും ഫാസ്റ്റായിട്ടുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും ഈ സംഭവം ഇല്ല കേട്ടോ. ഇത് ഇപ്പുറത്ത് വേറെ ട്രെയിൻ കിടക്കുന്നത്. എന്തായാലും സംഭവം പൊളിയാണ്. അടുത്ത 2 ദിവസം എൻ്റെ കൂടെ സുനീർ ഭായ് ഉണ്ടാവും. ഞങ്ങൾ 2 കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ജിബ്രാൾട്ടർ പോവും, അവിടെ നിന്ന് പോർച്ചുഗൽ പോവും. അതാണ് പരിപാടി. അപ്പം ഇന്നിനിപ്പം സുനീർ ഭായിനെ മീറ്റ് ചെയ്യണം. പുള്ളി ഇപ്പോൾ പുറത്തുണ്ടാവും. അപ്പോൾ ബാക്കി സംഭവങ്ങൾ നാളെ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു നിങ്ങളൊന്ന് റഫായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറ. സ്വിറ്റ്സർലാൻഡിൽ നിന്ന് തുടങ്ങി ഫ്രാൻസ് വഴി ബാഴ്സലോണ വന്ന സ്പെയിനിൽ, അവിടെ നിന്ന് മാഡ്രിഡ് പോയി, മാഡ്രിഡ് നിന്ന് 550 കിലോമീറ്റർ ഇങ്ങോട്ടും. അപ്പം മൊത്തം എത്ര? 550 1500 ആർക്കറിയാം, എനിക്കറിയത്തില്ല. 12,000 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് ഗൈസ് ഈ ഒരൊറ്റ വീഡിയോയിൽ. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ. ബൈ.